ഇന്ന് ഞാൻ മദനകാമരാജ കഥകളിൽപ്പെട്ട ഒരു കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് കാലത്ത് അംഗരാജ്യത്തെ രാജാവായ അങ്കാരവർണ്ണന് ഒരു മകനുണ്ടായിരുന്നു. അവൻ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരിക്കൽ അവൻ നായാട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ചക്കാലത്തി ഇരുന്ന് എള്ളുണക്കുന്നത് കണ്ടു. ചക്കാലത്തി എന്ന് പറഞ്ഞാൽ എണ്ണ വിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ എണ്ണ ഉണ്ടാക്കി വിൽക്കുകയാണ്. പണ്ട് കാലത്ത് എണ്ണ ഉണ്ടാക്കുകയാണ്, വീടുകളിൽ എണ്ണ ഉണ്ടാക്കും. അപ്പോൾ ഈ ചക്കാലത്തി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എള്ളുണക്കായിരുന്നു. അത് അതിസുന്ദരിയായ ഒരു ചക്കാലത്തി ആയത് കാരണം അവളെ കണ്ട് രാജകുമാരന് വളരെയധികം ഇഷ്ടം തോന്നി. അപ്പോൾ രാജകുമാരൻ അവളെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുകയും അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. രാജ്യത്തെ രാജകുമാരൻ വരുന്നത് കണ്ട് അവിടെ എള്ളുണക്കുകയായിരുന്ന ഈ പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് വന്ദിച്ചു. അപ്പോൾ അവൻ കളിയായിട്ട്, ഹേ പെണ്ണേ, നീ എള്ളിൽ ജനിച്ച് എള്ളിൽ വളർന്നതല്ലേ, അപ്പോൾ എള്ളിനേക്കാൾ ചെറിയ ഇല ഏതാണ് എന്നറിയാമോ എന്ന് ചോദിച്ചു. ഈ ചക്കാലത്തി വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് അവൾ ചോദിച്ചു, അങ്ങ് പൂവിൽ ജനിച്ച് പൂവിൽ വളർന്ന ആളല്ലേ, അതുകൊണ്ട് അങ്ങ് പറയൂ, 2 ഇതളുള്ള പൂവ് ഏതാണ്? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അത് വട്ടത്താർപ്പൂവാണ്. അപ്പോൾ ചക്കാലത്തി പറഞ്ഞു, അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇലയാണ് അവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അവളുടെ ധൈര്യവും അവളുടെ ബുദ്ധിയും ഒക്കെ കണ്ട രാജകുമാരന് അവളോട് പൂർവാധികം ഇഷ്ടം തോന്നി. അതുകൊണ്ട് അദ്ദേഹം അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. ഈ പെൺകുട്ടിയുടെ ധൈര്യവും അവളുടെ കൂസലില്ലായ്മയും ഒക്കെ കണ്ട ആ രാജകുമാരൻ അവളെ കളിയാക്കാനായിട്ട്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതോടുകൂടി നിൻ്റെ അഹമ്മതി തീരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചക്കാലത്തി പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ അങ്ങറിയാതെ അങ്ങയുടെ ഒരു മകനെ പ്രസവിച്ചിട്ട് അവനെ കൊണ്ട് അങ്ങേ ഞാൻ തോൽപ്പിക്കും. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. ഇതും പറഞ്ഞ് അവർ പിരിഞ്ഞു. എന്നാൽ രാജകുമാരന് കൊട്ടാരത്തിൽ ചെന്നതോടെ ഈ പെൺകുട്ടിയുടെ വാക്കുകൾ പിന്നെയും ഓർമ്മ വന്നു. അവൾ തന്നെ വെല്ലുവിളിച്ചതല്ലേ, ഇത്ര സുന്ദരിയായ, ബുദ്ധിമതിയായ, ധൈര്യശാലിയായ ഒരു പെൺകുട്ടി തന്നെ വെല്ലുവിളിച്ചതുകൊണ്ട് അവളെ തോൽപ്പിക്കണം, അവളെ വിവാഹം കഴിക്കുക തന്നെ വേണം എന്നൊക്കെ തോന്നിയ രാജകുമാരൻ ഒരു പ്രത്യേക കൊട്ടാരമുണ്ടാക്കി അവളെ അവിടെ താമസിപ്പിച്ചു. അവൾ ചക്കാലത്തി ആയത് കാരണം, അവൾ രാജകുടുംബാംഗമല്ലാത്തത് കാരണം അവളെ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കൊട്ടാരമുണ്ടാക്കി അവളെ അവിടെ താമസിപ്പിച്ചത്. രാജകുമാരൻ ആ കൊട്ടാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമായിരുന്നു. ഈ പെൺകുട്ടിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതീവ ധൈര്യവതിയും ബുദ്ധിമതിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവൾ ആ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് ഒരു തുരങ്കം സ്വന്തം വീട്ടിലേക്കുണ്ടാക്കി. വിവാഹം കഴിച്ച് ഒരു കൊട്ടാരത്തിലൊക്കെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പെൺകുട്ടിക്ക് ഒരു രാജകുമാരിയുടേതോ രാജ്ഞിയുടേതോ ആയ അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവളൊരു രാജകുടുംബാംഗമായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഈ ചക്കാലത്തി പെൺകുട്ടിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു താനും. എന്തായാലും ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ രാജകുമാരൻ ഇങ്ങോട്ടുള്ള വരവ് കുറഞ്ഞു. ഈ പെൺകുട്ടിയാണെങ്കിൽ ഈ കൊട്ടാരത്തിനുള്ളിലുള്ള ഈ തുരങ്കത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ഈ സമയത്ത് ഈ പെൺകുട്ടി ഗർഭവതിയാവുകയും ഒരു ആൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിവരങ്ങളൊന്നും ഈ രാജകുമാരൻ അറിഞ്ഞതേയില്ല. ഈ തുരങ്കത്തിലൂടെ അവൾ തൻ്റെ കുഞ്ഞിനെ തൻ്റെ പിതാവിൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവനെ അവിടെ വളർത്താൻ ഏൽപ്പിച്ചു. എന്നിട്ട് ആ തുരങ്കം വഴി തിരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ വന്ന് അവിടെ താമസമാക്കുകയും ചെയ്തു. രാജകുമാരൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരികയും അവളെ കാണുകയും ചെയ്യും. പക്ഷേ അവൾ പ്രസവിച്ചതോ അവൾക്കൊരു കുട്ടിയുള്ളതോ ആ കുട്ടിയെ അതിൻ്റെ മുത്തച്ഛൻ വളർത്തുന്നതോ രാജകുമാരൻ അറിഞ്ഞതേയില്ല. ഒരു രാജാവിന് വേണ്ടതായ എല്ലാ വിദ്യകളും ആ കുട്ടിയെ അവളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു. അങ്ങനെ അവൻ ഏകദേശം പുരുഷപ്രായമായപ്പോൾ ഒരിക്കൽ അവൻ്റെ കൂട്ടുകാർ അവൻ്റെ മാതാപിതാക്കൾ എവിടെയെന്ന് ചോദിച്ചിട്ട് അവനെ കളിയാക്കി. അവനെ വളർത്തിയിരുന്നത് അവൻ്റെ മുത്തച്ഛനാണ് എന്ന് അവനെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവന് മുത്തച്ഛനോട് ചെന്ന് തൻ്റെ മാതാപിതാക്കൾ ആരാണ്, അവരെവിടെയാണ് എന്നൊക്കെ ചോദ്യം ചെയ്തു. അവനോട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സമയമായി എന്ന് മനസ്സിലാക്കിയ മുത്തച്ഛൻ തങ്ങളുടെ വീടിനകത്ത് ഒരു തുരങ്കമുണ്ടെന്നും ആ തുരങ്കത്തിനുള്ളിലൂടെ ചെന്നാൽ തൻ്റെ മാതാവിനെ കാണാമെന്നും അവിടെ ചെന്നിട്ട് അച്ഛൻ ആരാണെന്ന് ചോദിക്കണം എന്നും പറഞ്ഞ് അവൻ ഈ തുരങ്കത്തിലൂടെ പറഞ്ഞു വിട്ടു. അവൻ ആ തുരങ്കത്തിലൂടെ നടന്നൊരു വലിയ മുറിയിലെത്തി. അപ്പോൾ ആ മുറിയിൽ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ ഒരു ഗ്രന്ഥവും വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. തുരങ്കത്തിലൂടെ സുന്ദരനായ ഒരു ആൺകുട്ടി കടന്നു വരുന്നത് കണ്ടപ്പോഴേ ചക്കാലത്തിക്ക് അത് തൻ്റെ മകനാണ് എന്ന് മനസ്സിലായി. അവൾ അവനോട് വളരെ വാത്സല്യത്തോടെ ഇടപെടുകയും എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. തൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവനും വലിയ സന്തോഷമായി. അവന് എൻ്റെ അച്ഛൻ ആരാണ് എന്നറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ചക്കാലത്തി പറഞ്ഞു, നിൻ്റെ പെറ്റമ്മ ഞാനാണ്, പക്ഷേ നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ അവകാശിയായ രാജകുമാരനാണ്. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നേരാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് ഇപ്പം വരാറൊന്നുമില്ല. ഒരുപാട് കാലങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട്.
എന്നെ വിവാഹം കഴിച്ച എൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു അറുതി വരുത്തും എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ അന്ന് ഞാനും അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ മകനെ പ്രസവിച്ചിട്ട് അവനെ കൊണ്ട് അദ്ദേഹത്തിനെ തോൽപ്പിക്കുമെന്ന്. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനുള്ള സമയം വന്നിരിക്കുകയാണ്. നീ പോയി നിൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. കുട്ടി കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ പ്രതിജ്ഞയെ ഞാൻ നിറവേറ്റിക്കൊള്ളാം. അമ്മയുടെ അനുവാദം ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ അമ്മ ആ മകനെ അനുഗ്രഹിച്ച് അവനെ പറഞ്ഞു വിട്ടു. അന്നു മുതൽ അവൻ വേഷപ്രച്ഛന്നനായിട്ട് ഒരു പാൽ കച്ചവടക്കാരിയുടെ എരുമയെ മേയ്ക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ രാജകുമാരൻ കൊട്ടാരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന കട്ടിലിൻ്റെ 4 കാലുകൾ ഊരിയെടുക്കുകയും പകരം വാഴപ്പിണ്ടി വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെ ഒരു കാര്യം നടന്നത് ആ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന രാജകുമാരൻ അറിഞ്ഞതേയില്ല. ഇത് രാജകുമാരന് വളരെയധികം നാണക്കേടുണ്ടാക്കി. കൊട്ടാരത്തിനുള്ളിൽ രാജകുമാരൻ്റെ ഉറക്കറയിൽ കയറി അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ കാലറുത്ത് പകരം വാഴപ്പിണ്ടി വെച്ച് പിടിപ്പിച്ചിട്ട് പോകണമെങ്കിൽ വളരെ കൗശലക്കാരനായ വിദഗ്ധനായ ഒരു കള്ളനായിരിക്കും അത് എന്ന് എല്ലാവരും കരുതി. അതുകൊണ്ട് ഉടൻ തന്നെ ഈ പ്രവൃത്തി ചെയ്തത് ആരാണെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ ഒരു ഉത്തരവിറങ്ങി. എല്ലാവരും ഇങ്ങനൊരു കള്ളനെ കണ്ടുപിടിക്കാൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും ആരെയും കിട്ടിയില്ല. അവസാനം രാജകുമാരൻ സേനാനായകനെ ഈ പണി ഏൽപ്പിച്ചു. സേനാനായകനാണെങ്കിൽ വഴിതോറും കയ്യാമങ്ങൾ സ്ഥാപിച്ചു. കയ്യാമങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കൈകളും പൂട്ടി തടവിലിടുന്ന ഒരു സാധനമാണ്. തെരുവുകളിലെല്ലാം ഇത്തരം കയ്യാമങ്ങൾ സേനാനായകൻ സ്ഥാപിക്കുകയും എവിടെ വെച്ചാണോ ഈ കള്ളനെ കിട്ടുന്നത് അവിടെ വെച്ച് തന്നെ അയാളെ കയ്യാമത്തിലിട്ട് പൂട്ടുവാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് രാത്രിയിൽ ഈ സേനാനായകൻ്റെ സഹോദരിയുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൺകുട്ടി അയാളുടെ വീട്ടിൽ ചെന്നത്. രാത്രി ആയതിനാൽ മുഖം സേനാനായകന് ശരിക്ക് കാണാൻ പറ്റിയില്ല. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഒരു മകൻ കുറേ കാലം മുമ്പ് പുറപ്പെട്ടു പോയിരുന്നു, നാട് വിട്ടു പോയിരുന്നു. ആ മരുമകൻ തിരിച്ചു വന്നതാണ് എന്നാണ് ഈ സേനാനായകൻ കരുതിയത്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ തൻ്റെ മരുമകനെ അകത്തേക്ക് വിളിച്ചു കയറ്റി. അവൻ തിരിച്ചു വന്നതിൽ വളരെയധികം സന്തോഷിക്കുകയും അവന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. രാത്രി സേനാനായകൻ ഉറങ്ങാതെ പുറത്തേക്ക് പോകുന്നത് കണ്ട ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനോട് എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാട്ടിലെ ഒരു വിദഗ്ധനായ കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജകുമാരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ 4 കാലുകളും മുറിച്ചിട്ട് പകരം വാഴത്തടി വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കള്ളനുണ്ടെങ്കിൽ അയാൾ രാത്രി ഇറങ്ങി നടക്കുമല്ലോ, അവനുണ്ടോ എന്ന് നോക്കാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ മരുമകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മാവ ഞാനും കൂടി വരാം, അങ്ങനെയൊക്കെ ഒരു കൂട്ടാകുമല്ലോ. അങ്ങനെ അമ്മാവനും മരുമകനും കൂടി കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. 2 പേരും കൂടി തെരുവെല്ലാം കുറേ നേരം അലഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പോൾ മരുമകൻ അമ്മാവനോട് ചോദിച്ചു, അമ്മാവ ഈ വഴിയിലല്ല ഈ വെച്ചിരിക്കുന്ന എന്താ, ഇതിൻ്റെ പേരെന്താ? അപ്പോൾ അമ്മാവൻ പറഞ്ഞു, ഇതിൻ്റെ പേര് കയ്യാമം എന്നാണ്. ഇതിനുള്ളിലേക്ക് കൈ കടത്തിയിട്ടിട്ട് പൂട്ടിടാൻ പറ്റും, അതോടെ കൈ പിന്നാനക്കാൻ പറ്റില്ല. അപ്പോൾ മരുമകന് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് കാണണം എന്ന ആഗ്രഹം തോന്നി. അമ്മാവൻ പലതവണ വിശദീകരിച്ച് കൊടുത്തിട്ടും ഇവന് ശരിക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ അമ്മാവൻ തൻ്റെ കൈകൾ ഈ ആമത്തിൻ്റെ ദ്വാരത്തിനുള്ളിലൂടെ കടത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഈ പൂട്ടുണ്ടല്ലോ ഒന്ന് തിരിച്ചാൽ മതി, അതോടെ ഇത് പൂട്ടി കൈ ഇതിനകത്തായി പോവും, കുടുങ്ങിപ്പോവും. ഇത് കേട്ടതും അവൻ ആ പൂട്ടൊന്ന് പിടിച്ച് തിരിക്കുകയും സേനാനായകൻ്റെ 2 കൈകളും ഈ ആമത്തിനകത്തായി പോവുകയും ചെയ്തു. ഈ തെരുവുകളിൽ സ്ഥാപിച്ചിരുന്ന ആമങ്ങളുടെ എല്ലാം പൂട്ടുകൾ സേനാനായകൻ്റെ വീട്ടിലായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ സേനാനായകൻ മരുമകനോട് പറഞ്ഞു, ഞാനിവിടെ നിൽക്കാം, നീ വേഗം വീട്ടിൽ പോയി ഈ ആമത്തിൻ്റെ പൂട്ടെടുത്തുകൊണ്ട് വന്ന് എന്നെ തുറന്നു വിട്, ഇപ്പം വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു കളഞ്ഞ മരുമകൻ പിന്നെ വന്നതേയില്ല. പിറ്റേന്ന് രാവിലെ രാജകുമാരൻ ഉണർന്നത് സേനാനായകനെ തെരുവിൽ കയ്യാമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. അദ്ദേഹത്തിന് വളരെ അപമാനകരമായിട്ട് തോന്നിയത്. തൻ്റെ കട്ടിലിൻ്റെ കാല് മുറിച്ചു കൊണ്ട് പോയതും പോരാ, തൻ്റെ സേനാനായകനെ പൂട്ടിലിട്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി ഈ പണി മറ്റാരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, താൻ തന്നെ പോകാം എന്നായി രാജകുമാരൻ. അങ്ങനെ അന്ന് രാത്രി കുറേ പട്ടാളക്കാരുമായിട്ട് രാജകുമാരൻ കുതിരപ്പുറത്ത് കയറി കള്ളനെ പിടിക്കാൻ പുറപ്പെട്ടു. നഗരത്തിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലെത്തിയപ്പോൾ ഒരു കുന്നിൻ പുറത്ത് ഒരു വിളക്ക് കണ്ടു. വളരെ വിജനമായൊരു സ്ഥലമായിരുന്നു അത്. അതും ഒരു കുന്നിൻ്റെ മുകളിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്തൊരു വിളക്ക്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാജകുമാരൻ തൻ്റെ കുതിരയും നടത്തി അവിടെ ചെന്നപ്പോൾ ഒരാൾ ഒരു തട്ടിന് മുകളിൽ കുറേ പഴങ്ങളും വെറ്റിലയും പാക്കും പുകയിലയും ഒക്കെ വെച്ചുകൊണ്ട് ഒരു വിളക്കും വെച്ചിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടുകൊണ്ട് രാജകുമാരൻ ചോദിച്ചു, ഒരു വഴി പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെക്കാൻ നീ എന്തൊരു മണ്ടനാണ്. അപ്പോൾ ആ കച്ചവടം നടത്തിയിരുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ഇത് അങ്ങനെയല്ല, ഞാൻ ഇവിടെ നിന്ന് കച്ചവടം ചെയ്താൽ എനിക്ക് വളരെയധികം ലാഭം കിട്ടും. കാരണം പാതിരാത്രി ആകുമ്പോൾ ഈ സ്ഥലത്ത് കുറേ ആൾക്കാർ വരും, അവർ ഈ സാധനങ്ങളെല്ലാം വാങ്ങുകയും ചെയ്യും, എനിക്ക് ഇരട്ടി വിലയും തരും. അതുകൊണ്ട് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയാണ് കച്ചവടം നടത്തുന്നത്. ഇത് കേട്ടപ്പോൾ ഇത് കള്ളന്മാരായിരിക്കും എന്ന് രാജകുമാരൻ തീർച്ചപ്പെടുത്തി.
അങ്ങനെയാണെങ്കിൽ ഞാനിവിടുത്തെ രാജകുമാരനാണ്, എനിക്ക് കള്ളന്മാരെ ഒന്ന് പിടിച്ചാൽ കൊള്ളാം, ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഈ കച്ചവടക്കാരൻ പറഞ്ഞു, അങ്ങേ കച്ചവടക്കാരനായിട്ട് ഇരുത്തുകയാണെങ്കിൽ കള്ളന്മാർക്ക് കണ്ടാലേ മനസ്സിലാകും. കാരണം അവർ സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ നിന്നാണ് സാധനം വാങ്ങുന്നത്. ആൾ മാറിയാൽ അവർക്ക് പെട്ടെന്ന് പിടികിട്ടും. അങ്ങയുടെ പട്ടാളക്കാരെയും കൊണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവർ പിന്നെ ഈ വഴി ഇങ്ങോട്ട് വരാനേ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ പട്ടാളക്കാരെല്ലാം ദൂരെ അയച്ചിട്ട് ഇവിടെ ഒളിച്ചിരുന്നാൽ മതി. അതിനുള്ള വിദ്യകളൊക്കെ ഞാൻ ചെയ്തോളാം. ഇത് കേട്ട രാജകുമാരൻ തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പട്ടാളക്കാരെ മുഴുവൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. രാജകുമാരൻ ഒറ്റയ്ക്കായപ്പോൾ ഈ കച്ചവടക്കാരൻ പറഞ്ഞു, അങ്ങൊന്നൊരു കാര്യം ചെയ്യണം. അങ്ങൊന്ന് ഞാൻ പലഹാരം കൊണ്ടുവന്ന് ഈ ചാക്ക് കെട്ടിനകത്ത് കയറിയിരിക്കണം. ഞാൻ ചാക്കിൻ്റെ മുകൾ ഭാഗം കെട്ടിയിട്ട് ഒരു ദ്വാരമിടാം. അതുവഴി അങ്ങയ്ക്ക് കള്ളന്മാരെ കാണാൻ പറ്റും. മാത്രമല്ല, കള്ളന്മാർ വരുമ്പോൾ അങ്ങയ്ക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വാളുകൊണ്ട് ഈ ചാക്ക് കീറി അങ്ങേ പുറത്തിറക്കിക്കൊള്ളാം. ഇത് സമ്മതിച്ച രാജകുമാരൻ ചാക്കിനകത്ത് കയറിയിരിക്കുകയും കച്ചവടക്കാരൻ ചാക്കിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് മുറുക്കി കെട്ടുകയും ചെയ്തു. അതോടെ രാജകുമാരന് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാതായി. ചാക്കിനുള്ളിൽ കയറുന്നതിന് മുമ്പ് രാജകുമാരൻ തൻ്റെ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ അഴിച്ച് പുറത്തു വെച്ചിരുന്നു. ഈ കച്ചവടക്കാരൻ ഇതെല്ലാം എടുത്തണിയുകയും കുന്നിന് താഴെ ഒളിച്ചിരിക്കുകയായിരുന്ന പട്ടാളക്കാരെ തിരികെ വിളിക്കുകയും ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ദാ കള്ളനെ പിടിച്ചിട്ടുണ്ട്, കള്ളൻ ഈ ചാക്കിനകത്തുണ്ട്. നിങ്ങൾ ഈ ചാക്കിനകത്തിരിക്കുന്ന കള്ളനെ ഒരു ഉപദ്രവവും ചെയ്യരുത്, നേരെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അങ്ങനെ പട്ടാളക്കാരെല്ലാവരും കൂടി ഈ ചാക്കും എടുത്ത് തലയിൽ വെച്ച് രാജകൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. രാജകുമാരൻ്റെ വേഷം ധരിച്ച ഈ കച്ചവടക്കാരനും പിന്നാലെ പോയി. കൊട്ടാരത്തിൻ്റെ മുന്നിൽ ചെന്ന ഭടന്മാരെല്ലാവരും കൂടി അന്നേരം തന്നെ രാജാവിനെ വിളിച്ചുണർത്തി. തങ്ങളെ കള്ളനെ പിടിച്ച് ചാക്കിനകത്തിൽ കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ചാക്കോട് കൂടി തന്നെ അവനെ തല്ലി ചതയ്ക്കട്ടെ എന്നാണ് രാജാവിൻ്റെ ഉത്തരവ്. അപ്പോൾ ഒപ്പം വന്നിരുന്ന രാജകുമാരൻ്റെ വേഷം ധരിച്ച കച്ചവടക്കാരൻ പറഞ്ഞു, അല്ലല്ല, അങ്ങ് ചാക്ക് കെട്ട് തുറന്നു നോക്കണം, എന്നാലേ അങ്ങയ്ക്ക് കാര്യം മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ചാക്ക് കെട്ടഴിച്ചപ്പോഴുണ്ട് അതിൽ നിന്ന് പുറത്തു വരുന്നു രാജകുമാരൻ. അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ചാക്കിൽ നിന്ന് പുറത്തു വന്ന രാജകുമാരനെയും രാജകുമാരൻ്റെ വേഷം ധരിച്ച് ചാക്കെടുപ്പിച്ചു കൊണ്ടുവന്ന ആളെയും കച്ചവടക്കാരനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുമായിരുന്നു. അതിലേതാണ് രാജകുമാരൻ എന്ന് തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നി. അതോടെ എല്ലാവരും ആകെപ്പാടെ കുഴഞ്ഞു. അപ്പോൾ രാജകുമാരൻ്റെ വേഷം ധരിച്ച കച്ചവടക്കാരൻ രാജകുമാരൻ വിവാഹം കഴിച്ച് കൊട്ടാരത്തിൽ പാർപ്പിച്ചിട്ടുള്ള പത്നിയെ വരുത്തി ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവളെ വിളിക്കാൻ ആളയച്ചു. അങ്ങനെ നമ്മുടെ ചക്കാലത്തി കൊട്ടാരത്തിലെത്തി. അവൾ നടന്ന സംഭവങ്ങളും താൻ ചെയ്ത പ്രതിജ്ഞയും അവിടെ വെച്ച് വെളിപ്പെടുത്തി. അതോടെ ഇത്ര ബുദ്ധിമതിയായ ധൈര്യശാലിയായ ചക്കാലത്തിയെ മറ്റൊരു കൊട്ടാരത്തിൽ അപമാനിതയായിട്ട് താമസിപ്പിക്കേണ്ട കാര്യമില്ലെന്നും അവൾക്കും അവളുടെ മകനും രാജകൊട്ടാരത്തിൽ എല്ലാ അധികാരങ്ങളോടെയും സ്ഥാനം കൊടുക്കേണ്ടതാണെന്നും രാജാവ് തീരുമാനിച്ചു. അങ്ങനെ രാജകുമാരനോടൊപ്പം അവൾ ആ കൊട്ടാരത്തിൽ താമസമായി. പിന്നീട് രാജാവിൻ്റെ മരണശേഷം ആ രാജകുമാരൻ രാജാവാകുകയും ചക്കാലത്തി രാജ്ഞിയാവുകയും ചെയ്തു. ഇതാണ് ചക്കാലത്തിയുടെ ശപഥത്തിൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.